ഹലോ, കണ്ടില്ലേ? ഒരു പുതിയ തരം ലായനി ഉണ്ടാക്കുകയാണ്, ജൈവ ലായനി. കാരണം പച്ചക്കറീൻ്റെ വേസ്റ്റ് എല്ലാം കൂടെ ഇതിലിട്ട് പിന്നെ എന്താ പറയുക, 1 കിലോ കടലപ്പിണ്ണാക്കും ഇട്ടിട്ട് നിറയെ വെള്ളം ഒഴിച്ചിട്ട് വെക്കുക. അങ്ങനെ ദിവസം 2 നേരം ഇടത്തുനിന്ന് വലത്തോട്ട് തിരിക്കുക. 2 സൈഡിലേക്കും തിരിക്കാൻ പാടില്ല, ഒരു സൈഡിലേക്കേ തിരിക്കാൻ പാടില്ല. അങ്ങനെ 2 നേരം തിരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? 15 ദിവസം വെക്കണം. അപ്പോൾ പച്ചക്കറി വേസ്റ്റും കടലപ്പിണ്ണാക്കും ഒക്കെ കൂടെ ലയിച്ച് ലായനിയായി നല്ല പരുവത്തിലുള്ള ഒരു ലായനിയായി മാറും. നന്നായിട്ട് പുളിക്കുകയും ചെയ്യും. എന്നിട്ടിപ്പോൾ ഇതൊരു ബക്കറ്റുള്ള ഇതിനൊരു 3 ബക്കറ്റ് വെള്ളം കൂടി ചേർത്തിട്ടാണ് നമ്മൾ പച്ചക്കറികൾക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെയാണ് ഒരു തരം ഇതുണ്ടാക്കുന്നത്, പച്ചക്കറി ജൈവ ലായനി ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് ഒരു വേസ്റ്റും പുറത്തേക്ക് ഇടാനില്ല എന്നുള്ളതാണ്. എല്ലാം ജൈവവളമാക്കുകയാണ് എല്ലാം. അപ്പോൾ എല്ലാം കലർന്നിട്ടുള്ളൊരു സംഭവമാണിത്. അതുപോലെ തന്നെ പഴത്തൊലി അടിച്ചൊഴിച്ച് കൊടുക്കും. നല്ല പച്ചക്കറികളുണ്ടാവും, നന്നായിട്ട്. ഒരു ഇംഗ്ലീഷ് വളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇനിയിപ്പോൾ കോഴിക്കാട്ടം 10 ദിവസത്തേക്ക് കുതിർത്തി വെക്കാണ്ട് നന്നായിട്ട് പാവയ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവണമെങ്കിൽ കോഴിക്കാട്ടം നല്ലൊരു മരുന്നാണല്ലോ. അപ്പോൾ അത് ചെയ്യാനുണ്ട്. പിന്നെ ഇപ്പോൾ 2 ബോട്ടിലും ജൈവവളം ഇതാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ 2 അതൊന്നും ഇതൊന്നും കാണൂല. പുഴുക്കളൊക്കെ വരുന്നുണ്ട്, പുഴുക്കളൊക്കെ കോഴികൾക്ക് കൊടുക്കണം. ഇതിൽ ജൈവവളം റെഡിയായി എല്ലാത്തിൻ്റെ സൈഡ് പിന്നെ പുരട്ടിട്ട് കൊടുക്കാൻ തുടങ്ങി. ഇതൊക്കെ തീർന്നു തുടങ്ങി. ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്ത ഇതിനകത്തോട്ട് പിന്നെ സെറ്റ് ചെയ്ത് വെക്കാൻ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ കാര്യങ്ങൾ. കണ്ടില്ലേ? നമ്മളിപ്പോൾ ഇത് എന്താ പറയുക, കക്കരിക്കാണ് ഇന്നലെ പിരിച്ച് കുഴിച്ചിട്ടിട്ടുണ്ട്. അപ്പുറത്ത് നട്ടയിൽ വിത്ത് പാവിയിൽ തന്നെ 3-4 അതിലും വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ മുളക്കുന്നുണ്ട്. ഇത് 2 ഫാഷൻ ഫ്രൂട്ട്, പാവൽ, ഇതൊക്കെ പടുമുള മുളക്കണതാ. പടുമുള മുളച്ച പാവലാണ്. ഇത് കണ്ടില്ലേ? കണ്ടോ? നന്നായിട്ട് ബീറ്റ്റൂട്ട് പിടിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, പടച്ചോനെ സ്തുതി. ഇതൊക്കെ നമ്മൾ വളമാക്കുകയാണ്. ഇപ്പോൾ കൂവ പിഴിഞ്ഞ ചണ്ടി അയലക്കത്തുനിന്ന് മേടിച്ച് കൊടുക്കുന്നത്, അത് ഉണക്കി വെക്കുകയാണ്. ഒക്കെ വളമാക്കി മാറ്റുക. ഒന്നും നമ്മൾ വേസ്റ്റ് ആക്കണില്ല. മനസ്സിലായില്ല? നമ്മളെ കരിയേപ്പൊക്കെ അൽഹംദുലില്ലാ റായത്തേഷായിട്ടുണ്ട്. തക്കാളിയൊക്കെ കണ്ടില്ല അങ്ങനെ കൊലച്ച് തൂങ്ങി കിടക്കുന്നത്. തക്കാളിയൊക്കെ നന്നായിട്ടുണ്ടായിട്ട് നമ്മളെ പ്രയത്നത്തിനുള്ളതൊക്കെ പഠിച്ചു തന്നു. നന്നായിട്ടുണ്ടായിട്ടുണ്ട്. ഇനി എള്ളും കണ്ട് എടുത്തിട്ട് വേണം ഉള്ള കാര്യങ്ങളും ഇതൊക്കെ വെട്ടിക്കളഞ്ഞ് വൃത്തിയാക്കാൻ. കാക്കകളെ കൊണ്ടാണ് ഞാൻ ഇടങ്ങാറായത്. കണ്ടില്ലേ? പച്ചമുളകൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ടായിട്ടുണ്ട്. കണ്ടില്ലേ? ബീൻസ്, ഇതും പടുമുള മുളച്ചതാ. ബീൻസ് പടുമുള മുളച്ചതാ. അത് ഉഷാറായിട്ടുണ്ട്. അവിടെ ഉഷാറുള്ള കേട്ടോ. പച്ചമുളകൊക്കെ നല്ല. അപ്പോൾ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, പിന്നെ നമുക്ക് ആ ഒരു എന്താ പറയുക, നമ്മുടെ പിന്നെ ലോണൊക്കെ ഒന്ന് വേഗം പാസ്സാക്കി തരും. നമ്മൾ വെറുതെ പറയണതല്ല, നമ്മൾ പ്രയത്നിക്കുന്നുണ്ട്. വെളുത്ത് വൈകുന്നേരം ആവോളം നമ്മൾ പ്രയത്നിച്ചു കൊണ്ടേ ഇരിക്കണം. കോവലൊക്കെ നന്ന ഉഷാറായിട്ടുണ്ടാവുന്നുണ്ട്. കണ്ടോ? പുതിന കണ്ടില്ലേ? പുതിന ഞങ്ങൾ പൈസ കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങണേ ഇല്ല. നല്ല അടിപൊളി പുതിന കണ്ടോ? നല്ല പുതിന അതിൻ്റെ ഇടയിലുണ്ടാവുന്നുണ്ട്. ഉണ്ട്. ഇപ്പോൾ കുറേ മരുമകൻ മിഞ്ഞാന്ന് വന്നപ്പോൾ ഞാൻ കൊടുത്തയച്ചു. പച്ചമുളകൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ കാണിക്കാനുള്ള എന്താ വെച്ചാൽ, പയറൊക്കെ തത്ത തിന്നു പോകാം. തത്തേനൊക്കെ നാശാക്കണം. ഇപ്പോൾ ഇവിടെയൊക്കെ ചീനമുളക് ഒക്കെ അവിടെ ഉണ്ട്. പിന്നെ എന്തുണ്ട് പാവൽ, ഇത് പടുമുള മുളച്ച ഓരോ തൈയും കൊണ്ടുവന്ന് കുഴിച്ചിട്ടിട്ട് ഉണ്ടാവണമല്ലോ. അൽഹംദുലില്ലാ ഒക്കെ നന്നായിട്ട് കായ്ക്കുന്നുണ്ട്. ഇത്ര ആയപ്പോഴത്തേക്കും തന്നെ ഒക്കെ നല്ല പോലെ കായ പിടിച്ചിട്ടുണ്ട്. അപ്പം അതിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ് കായ പിടിക്കുന്നത്. ഒക്കെ ഇതിന് നന്നായിട്ട് കായ പിടിക്കുന്നുണ്ട്. നമ്മൾ സ്നേഹിച്ചാൽ അവർ നമ്മളെ സ്നേഹിക്കും. അത് ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ അതാ പടവലങ്ങ ഉണ്ടോ? പടവലം ശരിക്കും പറഞ്ഞാൽ ഗ്രോബിനകളൊക്കെ മണ്ണുണ്ടെങ്കിൽ മണ്ണിൽ നട്ട് നനച്ചുണ്ടാക്കുക തന്നെ ഏറ്റവും നല്ലത്. ഇത് ചിരങ്ങ ഉണ്ടായിട്ടുണ്ട്. മത്തനൊക്കെ പിന്നെ അവിടെ 5-6 മിനിറ്റ് ബാക്കിൽ 3 മത്തം ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇതൊക്കെയാണ് നമ്മളെ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? പെട്ടെന്ന് ഇതൊരു അച്ചുണ്ടായ ഒരു ചിരങ്ങയാണ്, അത് പോയി. ഇപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചെടുത്ത് ഇതാ എന്നിട്ട് ഇതാ ഒരു ചിരങ്ങ ഉണ്ടായിട്ടുണ്ട്. ഇതാ ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു വല്ലാത്ത സന്തോഷമാണ്. ചെറിയ സന്തോഷമൊന്നുമല്ല. മനസ്സിലായില്ലേ?
താഴ്ത്താട്ടെ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? അല്ല, എൻ്റെ പപ്പായ ഒരു പപ്പായ തോട്ടം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. പപ്പായ അപ്പോൾ ഇതും അതേപോലെ പടുമുളക് മുളച്ച പാവലാണ്. ഇതാ കയറിപ്പോയി അതൊക്കെ റെഡി ആവുന്നുണ്ട്. ഇതിലൊരു പാവൽ ഇതാ ഒരു കുഞ്ഞിപ്പാവൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കടല് കുഞ്ഞിപ്പാവൽ. ഇത് ചക്കരക്കിഴങ്ങ് കേട്ടോ. ഒരു ചക്കരക്കിഴങ്ങ് മുളച്ച് കഴിച്ച് അത് അങ്ങനെ വെള്ളിയാവട്ടെ, നമുക്ക് മുറിച്ച് കുഴിച്ചിട്ടിട്ട് ഉണ്ടാക്കാം. മനസ്സിലായില്ലേ? പിന്നെ എനിക്ക് കാണിച്ചു തരാനുള്ള കണ്ടാ വെള്ളരി. ഇത് കക്കരിയാന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ആക്കിയത്. അപ്പോൾ അത് വെള്ളരി തന്നെയാണ്. ഒരു വലിയ വെള്ളരി പറിച്ചു കേട്ടോ. വെള്ളരി ഒക്കെ പറിച്ചു. ഇതാ തക്കാളിയൊക്കെ അതാ കണ്ട. ഇതും ഇതാണ് കക്കരിക്ക. തക്കാളി കുറേ പഴുത്തു, കുറേ പറിച്ചുകൊണ്ടിരിക്കുന്നു. വെണ്ടയ്ക്കൊക്കെ കഴിഞ്ഞു. ഇത് കാണുമ്പോഴാണ് ഏറ്റവും സന്തോഷം. നമ്മൾ ഇതൊരു പ്രത്യേക തരം മായവും മണവും കണ്ടില്ലേ? ഒക്കെ അതൊക്കെ വെണ്ട വിത്തിനുള്ളതാണ്. നല്ല സൂപ്പർ. ഇതൊരു വേറെ തരം വെണ്ടയാണ്, ഒരു വണ്ണുള്ള സൈസ് വെണ്ട. അതൊക്കെ വിത്തിന് വെച്ചിരിക്കുന്നു. ഇതാണ് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള സംഭവം. ഈ പുതിന എന്താ അതിൻ്റെ സ്മെല്ല് അറിയാം, നല്ല സ്മെല്ലാണ്. ഇൻഷാല്ലാ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ സന്തോഷം. പച്ചമുളകൊക്കെ കഴിക്കാൻ തുടങ്ങിയതാണ്ട, വെള്ളക്കാന്താരിയൊക്കെ കഴിക്കാൻ തുടങ്ങി. തക്കാളി പഴുത്ത തക്കാളി കണ്ടിട്ടില്ലല്ലോ. ഇതാ കണ്ട പഴുത്ത തക്കാളി ഒന്ന് പറിച്ച് കാണിച്ചു തരാം. ഇതാ ഒരു പഴുത്ത തക്കാളി മനസ്സിലായില്ലേ? അതാണ് നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ടുണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളെ ലോണൊക്കെ വേഗം പാസ്സാക്കി തരിക. കണ്ട കായ്ക്കാത്ത പച്ചമുളകിനെ ഞാൻ കായ്പ്പിച്ചു. പഴുത്ത് നല്ല എരിവുള്ളതാണ്. അത് കാണാൻ എല്ലാം തിന്നാനല്ല, ചിലതൊക്കെ നമുക്ക് കാണാനും ഭംഗിയാണല്ലോ. വയലറ്റ് വഴുതനങ്ങയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായി. ഉണ്ടോ വയലറ്റ് വഴുതനങ്ങ? കാണില്ലേ വയലറ്റ് വഴുതനങ്ങ? കുറേ വയലറ്റ് വഴുതനങ്ങയെല്ലാം ഉണ്ട്. അതൊക്കെ വെച്ചിട്ടുണ്ട്. ചീരയൊക്കെ കുറേ പറിച്ച് നട്ടു. കുറേ ചീര അവിടെ തന്നെ ഉണ്ട്. ഇങ്ങനെ അവിടെ തന്നെ പറിച്ചിട്ട് ആക്കാം. ആ സൈഡിൽ കൂടെയൊക്കെ തക്കാളി വെച്ചിട്ടുണ്ട്. അവിടെ ഉള്ളതാ അറ്റത്ത് കാണില്ലേ തക്കാളി ഒക്കെ കഴിച്ചിട്ടുണ്ട്, നന്നായിട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ, അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ബൈ ബൈ. താങ്ക് യു.